മക്കളെ, ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ EVS ഒന്നാമത്തെ യൂണിറ്റിലെ ഫുൾ ആക്ടിവിറ്റീസാണ് കേട്ടോ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ മലയാളം ക്ലാസ്സുകൾ കണ്ടിട്ട് മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം വിടുമെന്നുള്ളത്. 2ാമത്തെ യൂണിറ്റ് മുതൽ ഇംഗ്ലീഷ് മീഡിയം വിട്ടിട്ടുണ്ട്. മക്കളത് പോയി കാണണം കേട്ടോ. മറ്റൊരു കാര്യം മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിലൂടെ LSS ക്ലാസ്സിന് പുറമെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. നെയിം ഓഫ് ദ ആനിമൽ ദാറ്റ് ലൈവ് ഓൺ ലാൻഡ്. ഡോഗ്, കൗ, എലിഫൻറ്റ്, ടൈഗർ. നെയിം ഓഫ് ദ ആനിമൽ ദാറ്റ് ലൈവ് ഇൻ വാട്ടർ. ഫിഷ്, ഡോൾഫിൻ, വെയിൽ, ഒക്ടോപ്പസ്. ആനിമൽസ് ദാറ്റ് ക്യാൻ ലൈവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ഫ്രോഗ്, ക്രോക്കോട്ടൈൽ, ക്രാബ്, ടോട്ടോയ്സ്. അഡാപ്റ്റേഷൻ. എന്താണ് അനുകൂലനം? An organism has certain peculiarities that help it to live in its dwelling place called adaptation. ഓരോ ജീവിക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന്, അതായത് അവരുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട്. ഇതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ ഓഫ് ഫ്രോഗ്. ദ സ്ലിപ്പറി ബോഡി. സ്കിൻ ജോയിൻറ്റഡ് ഡിജിറ്റ്സ്. The limbs help it to hop on the land. The frog can breathe through the skin while in water, and it can breathe through the nostril while on water. അതായത് തവളക്ക് വെള്ളത്തിലും കരയിലും ശ്വസിക്കാൻ കഴിയുമല്ലോ. വെള്ളത്തിൽ ശ്വസിക്കാൻ സ്കിന്നാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ കരയിൽ ശ്വസിക്കാൻ മൂക്കാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫിഷ്? മത്സ്യത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അവയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? The boat-like shape with both ends pointed. Enable the fish to move through water. തോണിയുടേതുപോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ഇത് ജലത്തിൽ സഞ്ചരിക്കാൻ സഹായകമാണ്. The fins help to swim in water. വെള്ളത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, അതുപോലെ വാൽച്ചിറക്. ടൈൽ ഫിൻസ് വെള്ളത്തിൽ ദിശ മാറ്റാൻ സഹായകമാണ്. The slimy body help to move easily in water. ഇതിൽ തെന്നി നീങ്ങാൻ സഹായകമായ വഴുവഴുപ്പുള്ള ശരീരം. The gills help the fish to breathe the air present in water. Gills എന്നാൽ ചെകിളപ്പൂക്കൾ. ചെകിളപ്പൂക്കൾ വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു. Draw the picture of a fish and mark the parts. മത്സ്യത്തിൻ്റെ ചിത്രം വരച്ച് മക്കൾ അടയാളപ്പെടുത്താൻ കേട്ടോ. Adaptation of water lily and lotus. They do not decay in water. അവ വെള്ളത്തിൽ ചീഞ്ഞു പോകുന്നില്ല. The leaves float on water surface. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇലകൾ പൊങ്ങിക്കിടക്കുന്നു. നീളമുള്ള തണ്ടുള്ളതിനാൽ ജലനിരപ്പ് ഉയർന്നാലും ഇലകൾ ജലോപരിതലത്തിൽ ഉയർന്നു നിൽക്കും. താമര, ആമ്പൽ തുടങ്ങിയവയുടെ തണ്ടുകളിലും ഇലകളിലും വായു അറകളുണ്ട്. ജലസസ്യങ്ങളുടെ പൂക്കൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ഡക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. ഓയിലി ഫീതേഴ്സ്, എണ്ണമയമുള്ള തൂവലുകൾ. ഫ്ലാറ്റ് ബീക്ക് ടു കളക്ട് ഫുഡ് ഇൻ മഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിൽ നിന്നും ചളിയിൽ നിന്നും ഇര തേടാൻ സഹായിക്കുന്ന പരന്ന കൊക്കുകൾ. വെബ്ഡ് ഫീറ്റ്, ക്രമബന്ധിതമായ വിരലുകൾ. അഡാപ്റ്റേഷൻ ഓഫ് ക്യാമൽ. ക്യാമലിൻ്റെ മൂക്ക് എങ്ങനെയുള്ളതാണ്? സ്ട്രെച്ചി നോട്രിൽസ് കീപ്പ് ഔട്ട് ദ സാൻഡ്. മണൽ കടക്കാതെ സൂക്ഷിക്കാൻ കഴിയുന്ന നാസാരന്ധ്രങ്ങൾ. ലോങ് ഐലാഷസ് ഹെൽപ്പ് ടു കീപ് സാൻഡ് ഔട്ട് ഓഫ് ഐസ്. കണ്ണുകളിൽ മണൽ വീഴാതിരിക്കാൻ നീളമുള്ള കൺപീലികൾ സഹായിക്കുന്നു. ഫെദറി മൗത്ത് ഹെൽപ്പ് ക്യാമൽ ഈറ്റ് സ്പൈക്കി പ്ലാന്റ്സ്. ഫെദറി മൗത്ത് ഒട്ടകത്തെ സ്പൈക്കി സസ്യങ്ങൾ തിന്നാൻ സഹായിക്കുന്നു. ഹെയർ ഓൺ ബാക്ക് ടു പ്രൊട്ടക്റ്റ് സൺ. അവയുടെ പുറകിലുള്ള മുടി സൂര്യനിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ലോങ് ലെഗ്സ് കീപ്പ് ക്യാമൽ ഓഫ് ദ ഹോട്ട് സാൻഡ് ഹെൽപ്പ് ടു കീപ്പ് കൂൾ. നീണ്ട കാലുകൾ ഒട്ടകത്തെ ചൂടുള്ള മണലിൽ നിന്ന് അകറ്റി നിർത്തി തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. പാഡഡ് ഫീഡ് സ്റ്റോപ്പ് സിങ്കിങ് ഇൻ ടു ദ സാൻഡ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് ഫ്രം ഹീറ്റ് ഓഫ് ദ ഗ്രൗണ്ട്. ഇവയുടെ കുളമ്പുകൾ മണലിൽ താഴ്ന്നു പോകാതെ ഭൂമിയുടെ ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഹംബ് ഫോർ സ്റ്റോറിംഗ് ഫുഡ്. ഭക്ഷണം സംഭരിച്ചു വെക്കുന്നതിനുള്ള കൂന. ഇതൊക്കെയാണ് ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻ. നമുക്ക് കള്ളിച്ചെടിയുടെ അഡാപ്റ്റേഷൻ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Needles instead of leaves, reducing the surface area in contact with the air, so minimizing loss by transpiration. Leaves have a thick waxy cuticle. അതായത് തണ്ടുകളിലെ മുള്ളുകളും
മെഴുകു പോലുള്ള ആവരണവും ജലനഷ്ടം തടയുന്നതിന് സഹായിക്കുന്നു. ലാർജ് നെറ്റ്വർക്ക് ഓഫ് റൂട്ട്സ്. അവയുടെ വേരുകൾക്ക് മണ്ണിലേക്ക് ആഴത്തിൽ താഴ്ന്നിറങ്ങാൻ കഴിവുണ്ട്. ലാർജ് കപ്പാസിറ്റി ടു സ്റ്റോർ വാട്ടർ. വെള്ളം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നു. നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങൾ എന്നും പറയുന്നു. ജീവീയ ഘടകങ്ങൾ അതായത് ബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫിഷ്, ട്രീ, സ്നേക്ക്, ലോട്ടസ്, ഗ്രാസ്, ബേർഡ്. അബയോട്ടിക് ഫാക്ടേഴ്സ് അജീവീയ ഘടകങ്ങൾ. സൺലൈറ്റ്, എയർ, വാട്ടർ, സോയിൽ, സാൻഡ്, റോക്ക്. ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിലുള്ള പരസ്പര ആശ്രയത്വം എന്തൊക്കെയാണ്? പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നീഡ് എയർ ഫോർ ബ്രീത്തിങ്. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശ്വസിക്കാൻ അജീവീയ ഘടകമായ വായു വേണം. പ്ലാന്റ്സ് ആങ്കർ ഓൺ ദ എർത്ത് ബിക്കോസ് ഓഫ് ദ സോയിൽ. ജീവീയ ഘടകമായ മണ്ണിലാണ് സസ്യങ്ങൾ വളരുന്നത്. ട്രീ ഹെൽപ്പ് ടു മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ ആൻഡ് പ്രിവെൻറ്റ് സോയിൽ എറോഷൻ. ഫലഭൂഷ്ടമുള്ളതാക്കാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങളാണ്, ജീവീയ ഘടകങ്ങളായ മരങ്ങളാണ് സഹായിക്കുന്നത്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കനോട്ട് ലൈവ് വിത്തൗട്ട് വാട്ടർ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും വെള്ളമില്ലാതെ ജീവിക്കാനാവില്ല, അല്ലേ? വെള്ളം എന്താണ്? അജീവീയ ഘടകമാണ്. പ്ലാന്റ്സ് കനോട്ട് ഗ്രോ വിത്തൗട്ട് സൺലൈറ്റ്. സസ്യങ്ങൾക്ക് വളരാൻ അജീവീയ ഘടകമായ സൂര്യപ്രകാശം വേണം. ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റം. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവയോൺമെൻറ്റ് വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലൈവ് ഇൻ എ ഇൻ്റർഡിപ്പെൻഡൻസ്. അതായത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്വം കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ. ഉദാഹരണം ട്രീസ്, ഫീൽഡ്, പോൺസ്, സ്ട്രീംസ്, ഹിൽ. ഒരുപാടുണ്ട്. ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ സമുദ്രമാണ്, അല്ലേ? വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രക്ട് ദ എക്കോസിസ്റ്റം? മനുഷ്യൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത്? ഒന്ന്, ഡീഫോറസ്റ്റേഷൻ, വനങ്ങൾ നശിപ്പിക്കൽ. റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്, വയലുകൾ മണ്ണിട്ട് നികത്തൽ. സാൻഡ് മൈനിങ്, മണൽ വാരൽ. ഫില്ലിംഗ് വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തൽ. ഡിസ്ട്രക്ഷൻ ഓഫ് ഗ്രാവ്സ്, കാവുകൾ നശിപ്പിക്കൽ. ഒരുപാടുണ്ടല്ലേ മക്കൾ? 5 എണ്ണം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ദ ആക്ടിവിറ്റീസ് ദാറ്റ് വി ക്യാൻ ഡു ഫോർ ദ പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. നമുക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മേക്ക് ആൻ എക്കോ പാർക്ക്, എക്കോ പാർക്ക് നിർമ്മിക്കൽ. മേക്ക് ആൻ ഹാബിറ്റ് ഓഫ് ക്ലീനിങ് ദ എൻവയോൺമെൻറ്റ്, പരിസര ശുചിത്വം ശീലമാക്കൽ. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കൽ. മേക്ക് എ മെഡിക്കൽ പ്ലാന്റ് ഗാർഡൻ, ഔഷധത്തോട്ട നിർമ്മാണം. റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കൽ. മാലിന്യ സംസ്കരണം, വേസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, ജലാശയങ്ങൾ സംരക്ഷിക്കൽ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇനി LSS ക്ലാസ്സിൽ വിശദമായിട്ട് നൽകാം കേട്ടോ. LSS ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. കട്ടിങ്സുകളും നിർദ്ദേശങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.